നമസ്കാരം, ഞാൻ ബിന്ദുരാജ്. തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കാര്യാട് ചിൽഡ്രൻസ് പാർക്ക് മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി NM സുഹറാബിയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KT സാജിദ കുട്ടികൾക്ക് തുറന്നുകൊടുത്തു. ഉത്സവഛായയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള ഘോഷയാത്രയും കുട്ടികളുടെ കലാപരിപാടികളും ഇശൽ സന്ധ്യയും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ അനീഫ അച്ചാട്ടിൽ, ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീ സ്റ്റാർ മുഹമ്മദ്, PT ബിന്ദു, മൂന്നിയൂർ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ PP മുനീർ മാസ്റ്റർ, CP സുബൈദ, ജാസ്മിൻ മുനീർ, നൌഷാദ് തിരുത്തുമ്മൽ, BDO പ്രേമരാജ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MA അസീസ്, ദേവദാസൻ, ശ്രീ K അയ്യപ്പൻ എന്നിവർ സംസാരിച്ചു. ഇത് നമുക്ക് പൂർത്തിയായിട്ടില്ല. ഇനിയും ധാരാളം പുരോഗതികൾ, ധാരാളം മാറ്റങ്ങൾ നമുക്കിവിടെ ഇനിയും ദൃശ്യമാവാനുണ്ട്. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വികസനങ്ങൾ ഇവിടെ വരാൻ പോവുകയാണ്. ഇത്തരം ഒരു പ്രവർത്തനം ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ അതിൽ ഏറെ അഭിമാനം തോന്നുകയാണ്. പ്രിയപ്പെട്ട കാരണവന്മാരോടും ഈ നാട്ടിലുള്ള ജനങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ ഓരോ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എവിടെയും തലകുനിച്ച് നിൽക്കാതെ താഴ്ന്നു നിൽക്കേണ്ട ഒരവസരം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. മുതൽ MH നഗർ വരെയുള്ള പ്രദേശം മൊത്തം ഒരു വെളിച്ചം പരത്തുമാറ് സീറ്റ് മെയിൻ ലൈൻ വലിച്ച് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനായിരുന്നു ഈ പദ്ധതി. ഇവിടെ പറഞ്ഞത് ഓഡിറ്റ് ഒബ്ജക്ഷൻ അല്ല, മറിച്ച് നമുക്കറിയാം മുമ്പ് കാലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഒരുപാട് ട്രാൻസ്ഫോമറും ലൈനുകളും വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കലുമൊക്കെ നമ്മളെ നാട്ടിൽ പരിഹരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മൂന്നിയൂരിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പ്രദേശമാണ് കളിയാട്ടമുക്ക്. കാരണം കളിയാട്ടമുക്കിന്റെ ഭൂപ്രദേശത്ത് മുഴുവൻ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്ദരിയായ കടലുണ്ടിപ്പുഴ. ഞാനൊരു സ്ത്രീയെയാണ് ഈ കടലുണ്ടിപ്പുഴയെ ഉപമിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിന്റെ സൗന്ദര്യവും അതിന്റെ കെട്ടും മട്ടുമൊക്കെ ഈ പ്രദേശത്തിന്റെ ഭംഗി കൂടുതലാക്കുകയാണ്. ഞങ്ങളുടെ മനസ്സിൽ പുതിയ പദ്ധതികളുണ്ട്, പഞ്ചായത്തിന്റെ മനസ്സിൽ പദ്ധതികളുണ്ട്. പക്ഷേ പഞ്ചായത്തിന് നിർഭാഗ്യകരം എന്ന് പറയട്ടെ, പഞ്ചായത്തിന്റെ ഫണ്ടുകൾ മുഴുവൻ ജനനിധിക്ക് വേണ്ടി നമുക്ക് കീറിയിരുന്ന റോഡുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അടയാളപ്പെടുത്തലുകളിലേക്ക് കടന്നു വരാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം 270 കിലോമീറ്റർ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ മുഴുവൻ ഞങ്ങൾ പുനരുദ്ധരിച്ച് വരികയാണ്. 1-2 വാർഡുകളിൽ ചില റോഡുകൾ ബാക്കി നിൽക്കെ ബാക്കി മുഴുവൻ ഇപ്പോൾ കളിയാട്ടമുക്കിലെ 18ാം വാർഡിനൊക്കെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ റോഡുകൾ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ മേഖലയിലേക്ക് ശ്രദ്ധ ചെലുത്തിയത് കൊണ്ട് ഇങ്ങനെയുള്ള അടയാളപ്പെടുത്തലുകളുടെ മേഖലയിലേക്ക് ഞങ്ങൾക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ പ്രത്യേകത, മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തും തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തും മലപ്പുറം ജില്ലാ പഞ്ചായത്തും അതോടൊപ്പം തന്നെ MLAയും അതിലെ ആ 4 ഘടകങ്ങളും ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ഐക്യത്തോടുകൂടി പരസ്പര ധാരണയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ഈ പ്രദേശത്തിന്റെ സമഗ്രമായ വികസനത്തിന് നേട്ടമായിരിക്കുന്നു എന്നതാണ് ആ യാഥാർത്ഥ്യം. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തും നിലനിൽക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾക്കെല്ലാം സന്തോഷിക്കാവുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ധരിക്കുന്ന വസ്ത്രത്തിലും വരെ വിഭാഗീയത സൃഷ്ടിച്ച് ആളുകളെ തമ്മിൽ തല്ലിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആളുകളെ ഒന്നിപ്പിക്കാനും ചേർത്ത് പിടിക്കാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഉദാത്തമായ മാനവ മാതൃക എന്ന് പറയുന്നത്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും ശരി, വയോജനങ്ങൾക്കായാലും ശരി, യുവാക്കൾക്കായാലും ശരി, അവർക്ക് ഒരുമിച്ചിരിക്കാനും ഒന്നിച്ച് സല്ലപിക്കാനും മൂല്യബോധം വളർത്താനും ഉതകുന്ന പദ്ധതികൾ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്ത് ആവിഷ്കരിക്കുക എന്നുള്ളത് ഏതൊരു പ്രാദേശിക ഭരണകൂടത്തിൻ്റെയും കാഴ്ചപ്പാടിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഉദാത്ത മാതൃകകളാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറെ സന്തോഷം തോന്നിയത്, ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ അറിയാം, പുഴകളായാലും ശരി, ജലാശയങ്ങളായാലും ശരി, പരമാവധി എങ്ങനെ കയ്യേറി നമുക്ക് കീഴ്പ്പെടുത്തിയെടുക്കാമെന്നുള്ളത് മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പുഴയുടെ സൗന്ദര്യം അതുപോലെ നിലനിർത്തിക്കൊണ്ട് പുഴയോരം സംരക്ഷിച്ചുകൊണ്ട്
ഒരു വികസന പദ്ധതിയാണ് നമ്മുടെ മുമ്പിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ചിൽഡ്രൻസ് പാർക്കായിട്ട് നമ്മുടെ ഈ പാർക്കിനെ മാറ്റേണ്ടതുണ്ട്. ഇത്തരത്തിൽ പാർക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഫണ്ട് ചെലവഴിക്കാൻ ബ്ലോക്കിനോ പഞ്ചായത്തിനെ കൊണ്ടൊക്കെ സാധ്യമായി എന്ന് വരും. പക്ഷെ അത് നിലനിർത്തിക്കൊണ്ടുപോകേണ്ടത്, അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ടുപോകേണ്ടത്, സംരക്ഷിക്കേണ്ടത് പൊതുജനങ്ങളായിട്ടുള്ള നമ്മളുടെ എല്ലാവരുടെയും കർത്തവ്യമാണ്. നമ്മൾ ചില റോഡുകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് കാണാറുണ്ട്, പൊതുജനം കാഴ്ചക്കാരല്ല കാവൽക്കാരാണ്. ആ ഒരു സ്ലോഗൻ തന്നെ നിങ്ങളെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു പാർക്ക് ഇതേ ഒരു മനോഹാരിതയോടുകൂടി കുറേ കാലം നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാണ്. അതിന് പ്രാദേശിക തലത്തിലുള്ള മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഭരണസമിതി അതിനൊരു സസ്റ്റൈനബിൾ മെയിൻ്റനൻസിന് ഉതകുന്ന അല്ലെങ്കിൽ സ്ഥായിയായ ഒരു പരിപാലനത്തിന് ഉതകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഈ പഴയകാല കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അണുകുടുംബങ്ങളിലേക്ക് നമ്മൾ ചേക്കേറിയപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളെല്ലാം അതിവേഗം നഗരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓടിച്ചാടി നടന്നിരുന്ന പറമ്പുകളും തോട്ടങ്ങളും ഒക്കെ ഇന്ന് നമ്മുടെ കളിയിടങ്ങളല്ലാതെ ആയി മാറിയിട്ടുണ്ട്. അപ്പൊ ഇനിയത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യമുള്ളത്, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ചിൽഡ്രൻസ് പാർക്ക് വേണം, മുതിർന്നവർക്കാണെങ്കിൽ വയോജന പാർക്ക് വേണം, യുവാക്കൾക്കാണെങ്കിൽ സ്റ്റേഡിയങ്ങൾ വേണം. ഈ സ്റ്റേഡിയങ്ങളൊക്കെ നമ്മുടെ പ്രകൃതിയുമായിട്ടുള്ള സ്വാഭാവിക തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാത്തമായ മാതൃകയാണ് നമുക്ക് മുമ്പിലുള്ളത്. നമ്മുടെ നാട്ടിൻപുറത്തുള്ള പുല്ല് വെച്ച് പിടിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് സ്വന്തം പറമ്പിൽ വീട്ടുമുറ്റത്ത് കളിക്കുന്നത് പോലുള്ള ഒരു ഫീല്, ഒരു അനുഭവം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച ഓരോ ജനപ്രതിനിധിയെയും ഇതിന് പിറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഇത്തരം സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിൽ കണ്ടതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയുണ്ടായി ഒരുപാട് ആശയങ്ങൾ. ഞാനിവിടെ കയറി വന്നപ്പോൾ തന്നെ ഇവരുമായിട്ടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വയോജനങ്ങൾക്ക് വേണമെങ്കിൽ നടക്കാനുള്ള ഒരു ഹാൻഡ് റെയിൽ വെച്ച് കൊടുത്തുകൊണ്ട് വ്യായാമത്തിനുള്ള സൗകര്യം ഉണ്ടാക്കാൻ, നടക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള അല്ലെങ്കിൽ സ്റ്റേഡിയം നന്നാക്കിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്തരത്തില് ഒരുപാട് വികസന സാധ്യതകൾ ഈ ഒരു പുഴയുടെ ഓരത്തുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ഈ രണ്ട് ഭരണകൂടങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയും ഈ ഒരു കളിയാട്ടുമുക്കിന്റെ മൂലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ 73-74 ഭരണഘടനാ ഭേദഗതിയോടെ ഈ നമ്മുടെ രാജ്യത്ത് ഈ ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനം രൂപപ്പെടുത്തി എടുക്കുമ്പോഴേ അന്നത്തെ മഹാമനുഷ്യകളൊക്കെ സ്വപ്നം കണ്ടിരുന്നത് തന്നെയായിരുന്നു, താഴെത്തട്ടിലേക്ക് പണം ഇറക്കി കഴിഞ്ഞാൽ ഏതൊരു നാടിനെയും ഏതൊരു ഗ്രാമപ്രദേശത്തെയും നമുക്ക് വികസന കുതിപ്പിൽ മുന്നോട്ട് കൊണ്ടുവരാന്നുള്ളത്. അപ്പൊ അതിനുള്ള പുതിയ പുതിയ പാന്താവുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും തിരുരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തും. ഈ കുഞ്ഞുങ്ങൾക്ക് ഇനിയും ഏറെ ആശയ്ക്ക് അല്ലെങ്കിൽ അവർക്ക് ആശയ്ക്ക് അവസരമുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മിക്കാനുള്ളത്. കാരണം ഇനിയും കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ ഇവിടെ വരും. കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സറിയാൻ അമ്മമാരെല്ലാം അറിയുന്നത് പോലെ മറ്റാർക്കും കഴിയില്ല. രണ്ടമ്മമാരാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ അമരത്വം, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അമരത്വം. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള പദ്ധതികൾക്ക് ഒരു കുറവുണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മുക്തകണ്ഠം പറയാൻ പറ്റും. ഏതായാലും നല്ല പദ്ധതികളുമായിട്ട് ഇനി വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂവെങ്കിലും ഒരുപാട് പദ്ധതികളുമായിട്ട് ഈ രണ്ട് ഭരണകൂടങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കണം. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയേണ്ടത്, ഞാൻ ഇവിടുത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ബ്ലോക്കിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ പരിചയപ്പെട്ടപ്പോൾ പേരിലൊരു പ്രത്യേകത തോന്നി. സ്റ്റാർ മുഹമ്മദ് എന്ന പേര് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കണ്ട എന്തുകൊണ്ടാണ് ഈ സ്റ്റാർ എന്ന് വെച്ചത്. പുള്ളി പറഞ്ഞ കേരളോത്സവം കുറച്ച് പരിപാടിയൊക്കെ കഴിയട്ടെ അപ്പോൾ മനസ്സിലാവുന്നതാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, സ്റ്റാർ ആകാശത്ത് മാത്രമല്ല വേണമെങ്കിൽ ഭൂമിയിലും സ്റ്റാർ ഉണ്ടാവാന്നുണ്ട്. അദ്ദേഹം അതിമനോഹരമായി തന്നെ വികസന പദ്ധതികൾക്ക് ചുക്കാൻ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ തിരുരങ്ങാടി ബ്ലോക്കിലെ എല്ലാ ഭരണസമിതി അംഗങ്ങളും അവരാൽ കഴിയുന്ന തരത്തിൽ അവരുടേതായിട്ടുള്ള ഡിവിഷനിൽ വേണ്ട വികസനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അതിന് വഴക്ക് കേൾക്കേണ്ടി വരിക പ്രസിഡന്റിനും എനിക്കാണ്. കാരണം ഇവർക്ക് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും ഫണ്ടിന്റെ കാര്യത്തിൽ പ്രസിഡന്റിനെ വന്ന് വഴക്ക് പറയുന്നവരുണ്ടാവും, എൻ്റെ അടുത്ത് സമീപിക്കുന്നവരുണ്ടാവും. കിട്ടുന്ന തുച്ഛമായ പണം എത്ര കിട്ടുന്നു എന്നുള്ളതല്ല, അതെങ്ങനെ കാര്യക്ഷമമായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിലായാലും ശരി, കുടുംബ ബഡ്ജറ്റ് നമ്മൾ രൂപീകരിക്കുമ്പോഴും പണം വരുന്നത് മാത്രമല്ല നോക്കേണ്ടത്, ആ വരുന്ന പണം കാര്യക്ഷമമായി വിനിയോഗിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു രൂപയും പാഴായി പോകാതെ ഈ പ്രദേശത്തെ ആളുകളുടെ ക്ഷേമത്തിനും വികസനത്തിനും ഉതകുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എപ്പോഴും മുന്നിലുണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ എന്നാലാവുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രം ഉറപ്പുവരുത്തുകൊണ്ട് ഇനി നല്ലൊരു പദ്ധതി, അടുത്ത വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ സമയമാണ്. നല്ലൊരു പദ്ധതിക്ക് മൂന്നിയൂർ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി തന്നെ
പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇത്രയും നല്ലൊരു പദ്ധതി കൊണ്ടുവന്നതിനും പിറകിൽ പ്രവർത്തിച്ച എല്ലാ ജനപ്രതിനിധികളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇത് ഉപയോഗപ്പെടുത്താൻ ഈ പ്രദേശത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കഴിയട്ടെ. അതോടൊപ്പം തന്നെ ഇത് സംരക്ഷിക്കാൻ മുതിർന്നവർ മുന്നോട്ട് വരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.